ഒരേ സമയം ഇത്രയധികം ബ്രെഡ് ബേക്ക് ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൈദയും പഞ്ചസാരയും പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം തുടക്കത്തിൽ കൃത്യമായി അളന്നെടുത്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന മെഷീനറിയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി മിക്സ് ചെയ്തെടുക്കുന്ന സ്പൈറൽ മെഷീനാണ്, ഹൈഡ്രോളിക് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 100 കിലോ വരെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ മാവെല്ലാം നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം ഈ ഹൈഡ്രോളിക് ഉപയോഗിച്ച് ആ മാവിനെ നമ്മൾ ടേബിളിലേക്ക് മാറ്റും, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കും. ബ്രെഡൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു മോൾഡാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ഓയിലിംഗ് പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ബ്രെഡൊക്കെ നമ്മൾ ഇതിനകത്താണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി ട്രേലുകളിലെല്ലാം ആ ഒരു ഓയിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഴച്ചെടുത്ത ഒരു മൈദാമാവ് കുറച്ച് സമയത്ത് റെസ്റ്റിങ്ങിന് ശേഷം നമ്മൾ നേരെ വേണ്ട അളവിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന മോൾഡിംഗ് മെഷീനിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഓയിലിംഗ് ചെയ്തിട്ടുള്ള ട്രേയിലേക്ക് നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്യും. ഇവിടെയുള്ള ബ്രെഡ് ബേക്ക് ചെയ്യാൻ പോകുന്ന ഓവനാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബ്രെഡ് മാത്രമല്ല പപ്സ്, റസ്ക് തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ, നമുക്ക് ബേക്കിങ്ങിന് പറ്റുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് നിർത്തി ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് ഇപ്പോൾ ആ ട്രയലിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചൂടാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഒരു ബേക്കറിയിൽ വന്നിട്ട് അതിൻ്റെ ബ്രെഡിൻ്റെ മേക്കിംഗ് കാണുന്നത്. ബേക്കിംഗ് എല്ലാം കഴിഞ്ഞ് ചൂടാറാനായിട്ട് നമ്മൾ ബ്രെഡിന് ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ആ 3 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നേരെ വരുന്നത് ഈ കാണുന്ന മെഷീനറിയിലേക്കാണ്. ഇതാണ് ബ്രെഡ് സ്ലൈസ് ചെയ്യുന്ന മെഷീൻ. ഇത് ബ്രെഡ് മാത്രമല്ല റസ്ക് എല്ലാം ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനലായിട്ടുള്ള ഒരു സെഷനാണ് പാക്കിംഗ് സെഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു ചേട്ടൻ കൃത്യമായിട്ട് അത് പാക്ക് ചെയ്ത് സീൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ബേക്കറികളിലേക്ക് എത്തും. നമ്മൾ ബ്രെഡിന് പറയുന്നത് 5 ദിവസത്തെ എക്സ്പയറി ഡേറ്റ് ആണ്. അപ്പോൾ ഡേറ്റ് എപ്പോഴും അത് ചെക്ക് ചെയ്ത് മാത്രം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക.